ഡയറക്ടറിന്റെ കരിയറിൽ ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് 2 തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് 3 ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും. ദശാവതാരത്തില് കമലഹാസൻ സാറ് കുറേ തവണ 10 ക്യാരക്ടറും 4 ക്യാരക്ടറും ദശാവതാരത്തില് ഇപ്പം കമലഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെ. അപ്പം ടോവിനോ പറഞ്ഞ ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ടോവിനോന് ഈ 3 ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി നിർത്താൻ കഴിയും. ഈ ക്യാരക്ടറുകളിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം ഞാനല്ലേ ഇത് ചെയ്തത്. മാത്രമല്ല ഞാൻ മാറ്റി നിർത്തിയെങ്ങനെ ശരിയാവും? ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലേ. പക്ഷെ എന്റെ പേഴ്സണൽ സെൽഫുമായിട്ട് ഈ 3 ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസസ് ഉണ്ടായിരുന്നെങ്കിൽ. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 3 ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ, അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും, ചെയ്യാം. അപ്പൊ പിന്നല്ലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല, പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത്. ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യാവുന്നത്. എനിക്കും അത് അങ്ങനെ ഡയലോഗ് ഒന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റേ ഒരു ഷോട്ടിൽ 2 ഷോട്ടിലൊക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നല്ലായിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്തിരി കൂടെ ഡെപ്തുള്ള ഒരു കഥാപാത്രം 2 വേഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അങ്ങനത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഇന്ന് അടുത്ത ഒരു 3 വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ 4 വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു 3 വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല. ഞാനത് ഇങ്ങനെയാണ്, ഞാനത് ചെയ്തിട്ടുമില്ല. ചെയ്താൽ നന്നാവുമോ? നമുക്ക് വേറെ 2 ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും എല്ലാത്തരം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ 3 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവര് പറഞ്ഞ ഒരു കാരണമുണ്ട്. ഒരാൾ തുടങ്ങി വെച്ചിട്ട് 2ാമത്തെ ആളിലൂടെ പോയി 3ാമത്തെ ആൾ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ 3 കഥാപാത്രവും 10 കഥാപാത്രമൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരെ തന്നെയാണ്. അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? എത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസ് എങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ. അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ്, ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി. നല്ലൊരു ആക്ടിംഗ് കോച്ച് ഉണ്ടായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും നിന്ന്. എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗിവ് ആൻഡ് ടേക്കിനും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്ത, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാവാൻ പറ്റില്ല. പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു, എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു. പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ, കൊല്ലത്തെ CVM കളരിയിലെ ഗുരുക്കളാണ്. ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്ക് കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ്. എൻ്റെ തിരക്കുള്ള ആളാണ്. പക്ഷെ പുള്ളിയിൽ 6 മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിന്റെ ഗുരു അദ്ദേഹം തന്നെയാണ്. കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചെഴുതി വെച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല. ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കുളമായി പോയോ, എന്നെ കൂടുതൽ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൂടുതൽ പഠിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറേ പേരാണ്. ഞാൻ ഒറ്റയ്ക്ക് 3 ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യതയൊന്നും സൃഷ്ടിച്ചതൊന്നുമില്ല. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്ക് ഒട്ടും പറ്റില്ല. പിന്നെ ഞാൻ ശിവജിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് വേദിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവുമ്പായി സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ആയിട്ടുള്ള ഒരു അംഗത്തേക്ക് പോലുള്ളൊരു അങ്ങനത്തെ ഒരു
സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത്. അപ്പോൾ ആ സീൻ ശിവജിത്തല്ലാതെ വേറെ ആരും ചെയ്തത് നന്നാവില്ല. കാര്യം എന്ന് വെച്ചാൽ 1.5 വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ്. അല്ലാതെ നമ്മളൊരു അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏത് മോഹിനിയാട്ടം 2 തവണ കലാപ്രതിഭയായിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരിയും അറിയണം. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം. മറ്റും ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരൂ ഒന്ന് ഞങ്ങളോട് വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഒരു മണിയില്ലാതെ സ്വന്തം പൈസക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് ഞങ്ങളോട് പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെയായിരുന്നാലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ്. അപ്പൊ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളത്. ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജിതിൻ അവന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡിബിലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ഒക്കെ ഡിബിലേട്ടൻ ഗോവയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ശ്രീലാലേട്ടൻ നമ്മള് മൊയ്തീൻ ചെയ്യുമ്പോൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ജോമോൻ ചേട്ടൻ മൊയ്തീനിൽ ഞങ്ങളൊക്കെ ഞാൻ സാധനം ഇവൻ സഹസംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമയുടെ ഗ്രാഫറാണ്. അതുപോലെ ഇതിന്റെ എഡിറ്റർ ഷെയർ അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ്. അതുപോലെ സുരഭി അന്ന് അതിനകത്ത് മറ്റേ മുന്തയുമായിട്ട് ആ കഥ പറയണ്ടല്ലോ അല്ലെ. അപ്പൊ അതുണ്ട്. അതുപോലെ നമ്മുടെ സുധീഷ് ചേട്ടനുണ്ട്. അല്ലെങ്കിൽ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാവരും കുറെ നാളുകളായിട്ട് അനീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹരീഷ് ഉത്തമൻ പുള്ളി നമ്മുടെ കൽക്കിയിലാണ് ഇത് തമ്മിൽ പരിചയപ്പെടുന്നത്. ഞാൻ അതിന് മുമ്പേ വായന നിർമ്മിച്ചിരുന്നുണ്ട്. ഇതെല്ലാവരും തമ്മിൽ അത്രയൊരു അടുപ്പം ഉണ്ടായിരുന്നു. അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൻഡിക്ക് ചെയ്ത ആൾക്കാരാണ്. അതുപോലെ ഞങ്ങള് കുറെ നാൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ 10-40 ദിവസം അമേരിക്കയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടും നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടുമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.